ഹലോ ഗായ്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എപ്പീസിയ അല്ലെങ്കിൽ ഫ്ലെയിം വയലറ്റ് എന്നറിയപ്പെടുന്ന ഈ പൂച്ചെടിയെ നമ്മുടെ ഗാർഡനിൽ ഒരാഴ്ച കൊണ്ട് എങ്ങനെയാണ് നിറയെ പൂക്കളിട്ട് വളർത്തിയെടുക്കുന്നതെന്നും അതിനെങ്ങനെയാണ് കറക്റ്റായിട്ട് നട്ടു കൊടുക്കേണ്ടതെന്നും അങ്ങനെ അതിന് എന്തൊക്കെയാണ് വളങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടതെന്നും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പ്ലാന്റിന് നന്നായിട്ട് എങ്ങനെയാണ് നട്ടു കൊടുക്കേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഓൾറെഡി നമ്മുടെ ഗാർഡനിൽ ഉണ്ടായി കിടക്കുന്ന എപ്പീസിയനെ ഒന്ന് പറിച്ചിടാമെന്ന് വിചാരിച്ചു. കാരണം അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടോ, അതിൻ്റെ ആ ഗ്രീൻ കളർ ലീവ്സൊക്കെ നല്ല യെല്ലോ കളറായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാമത്തെ സമ്മർ സീസണിൽ വെയിലൊക്കെ കൊണ്ടിട്ടാണ് ഇത് ഒത്തിരി ഡാമേജ് ആയി പോയത് ലീവ്സിൻ്റെ. അപ്പോൾ നമുക്കിതിന് കറക്റ്റായിട്ട് നട്ടു കൊടുക്കാം. അപ്പോൾ ഞാൻ തൈകൾ നട്ടു കൊടുക്കുമ്പോൾ ഇതുപോലെ ചാണകം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പൊടിച്ച ചാണകമാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്, വേറെ വളമൊന്നും ഇടുന്നില്ല. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ പഴയ പോട്ടിലെ മണ്ണൊക്കെ കളഞ്ഞ് പുതിയതായിട്ട് മണ്ണെടുത്ത്, കാരണം പഴയ മണ്ണ് ഒത്തിരി വളമൊക്കെ നഷ്ടപ്പെട്ട ഒരു മണ്ണായിരിക്കും. അപ്പോൾ ആ മണ്ണിൽ തന്നെ നട്ടു കൊടുത്താൽ ചെടി ഭംഗിയാവില്ല. അപ്പോൾ കല്ലൊക്കെ ഇല്ലാതെ നല്ല മണൽ നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണേ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ട് ഒരു തൈ എന്ന് വെച്ചാൽ നല്ലൊരു തൈ വേണം നമ്മൾ നട്ടു കൊടുക്കാൻ. നമുക്ക് കുറേ തൈകൾ നടേണ്ട കാര്യമില്ല, ഒരു 3-4 തൈ മതിയാവും. ഇപ്പോൾ കുറേ തൈകൾ നമ്മുടെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുമെങ്കിലും എല്ലാം നമുക്കത് യൂസ്ഫുൾ അല്ല. അപ്പം നമുക്ക് നല്ല തൈകളാണെന്ന് തോന്നണം മാത്രം എടുത്താൽ മതിയാവും. ഇപ്പോൾ ഞാൻ ഇതുപോലത്തെ അതിൻ്റെ അടിയിൽ ചെറിയ കറുത്ത ഇലകളൊക്കെ ഉണ്ടാകും, അതൊക്കെ കളഞ്ഞിട്ട് നല്ല ഭംഗിയാക്കി എടുത്തിട്ട് വേരൊക്കെ ഉള്ളതാണെങ്കിൽ അത് തന്നെ ചൂസ് ചെയ്ത് അതിന് ചുറ്റും നട്ടു കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ നിന്നെല്ലാം നല്ല തൈകൾ നട്ടു കൊടുക്കുകയാണ്, കാരണം മഴക്കാലം വരെയാണ്. അപ്പോൾ വേഗം തന്നെ തൈകൾ പിടിക്കാൻ പറ്റിയൊരു സമയമാണ്. അപ്പോൾ നമുക്കിതുപോലെ ചെറിയതായിട്ട് ഒത്തിരി താത്തി നടണ്ട, കാരണം അത്യാവശ്യം പൊന്തിക്കുന്ന ഒരു പ്ലാന്റാണ് നമ്മൾ എത്ര നട്ടു കൊടുത്താലും. കാരണം താഴേക്ക് ഹാങ് ചെയ്ത് കിടക്കണ കാണാനാണ് കുറച്ചും കൂടി ഭംഗി. അപ്പോൾ ഒത്തിരി താത്തി കഴിഞ്ഞാൽ അത്ര ഭംഗി ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഇത്രയും തൈകൾ എടുക്കുന്നുള്ളൂ കേട്ടോ. ഒത്തിരി തൈകളായി കഴിഞ്ഞാൽ അവർക്ക് വളരാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാവും. ആ പൂക്കളിടാനൊക്കെ ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ നമ്മൾ അടുത്ത പൊട്ടിലേക്ക് അടുത്ത കളർ വെറൈറ്റി ഇതേപോലെ തന്നെ നടാൻ പോവുകയാണ്. ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറേ ചാണകപ്പൊടി ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ, ആവശ്യത്തിന് മതി. അതുപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പച്ച കളറിൽ ഈ ഒരു ലീവ്സുള്ള ആ ഒരു വെറൈറ്റി ഞാൻ ഇതുപോലെ ഒത്തിരി നട്ടിട്ടില്ല. ഉള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ മാത്രം നട്ടു കൊടുത്തേക്കാണ്. നമ്മുടെ വീഡിയോസൊക്കെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഈ എപ്പിസിയ പ്ലാന്റ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഇത് നട്ട് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത് വേഗത്തിൽ പൂവിട്ട് ആ ചെടി നല്ല ഭംഗിയാക്കി നിർത്തുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. അങ്ങനെ സീസണൊന്നുമില്ല, പിടിച്ച് കിട്ടിയാൽ മതി. അപ്പോൾ പിന്നെ പൂവിട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കെയറിങ് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ ബാക്കി വന്ന ഈ തൈകളൊന്നും കളയുന്നില്ല, സൈഡിൽ പിടിപ്പിക്കാൻ ഇട്ടിട്ടുണ്ട്. കാരണം നമുക്ക് ഓരോ തൈകളും വിലപ്പെട്ടതാണ്. ഇത് ഞാൻ ഈ ഒരു വീഡിയോ ഇത് നമ്മൾ നട്ട് കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എടുത്തതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നിറയെ മുട്ടുകൾ വന്നേക്കണം. നല്ല ഹെൽത്തി ആയിട്ട് ചാടി വലുതായി വന്നിട്ടുണ്ട് തൈകളെല്ലാം. ഈ ഒരു വെറൈറ്റിയിൽ ഇതുപോലെ മുട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ പൂവിൻ്റെ. അപ്പോൾ ഇങ്ങനെ പൂവിൻ്റെ മുട്ടുകൾ വന്നാൽ തന്നെ വേഗം ഒത്തിരി പൂവിടുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിനെ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ പഞ്ചസാര മരത്തിൻ്റെ ആ സൈഡിലായിട്ടാണ് വെച്ചാൽ ഒത്തിരി തണലും വേണ്ട എന്നാൽ ഒത്തിരി സൺലൈറ്റും ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ്. അപ്പോൾ എല്ലാം ഒരു മീഡിയം മതി, കാരണം ഒത്തിരി തണലത്തൊക്കെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ഇത് മുരടിച്ചു പോകും, പൂവൊന്നും ഇടാതെ വരും. അപ്പം നേരത്തെ ആദ്യം ഞാൻ കാണിച്ചപ്പോൾ അധികം പൂവിടാതെ നിൽക്കുകയായിരുന്നു, ആ പഞ്ചസാര മരത്തിനടിയിലായതുകൊണ്ട് അതിന് ചോലയുള്ളതുകൊണ്ട്. അപ്പോൾ അത്യാവശ്യം സൺലൈറ്റും എന്നാൽ കൂടുതൽ സൺലൈറ്റും ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ്. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ നട്ടു കൊടുക്കുമ്പോൾ ഞാൻ ചെയ്ത പോലെ തന്നെ വളം എന്തെങ്കിലും ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ വളം ഇടാതെ നടയണമെങ്കിൽ അത് ഹെൽത്തി ആയിട്ട് വരില്ല. ഇപ്പോൾ ഞാൻ വളം ഇട്ട് കൊടുത്തോണ്ടാണ് ചാടി വലുതായി വേഗം ഇതുപോലെ മുട്ടുകൾ ഒത്തിരി വരുന്നുണ്ട്. ഈ ഒരു എപ്പിസിയ പ്ലാന്റ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിനെ നമുക്ക് സിറ്റ് ഔട്ട് ഗാർഡനിൽ നല്ല ഭംഗിയായിട്ട് ഹാങ് ചെയ്തിടാൻ പറ്റും. അത്യാവശ്യം സൺലൈറ്റ് കിട്ടാവുന്ന ഒരു സൈഡ് മതി. ഡയറക്റ്റ് കിട്ടിയില്ലെങ്കിലും ഒരു വെട്ടം വെളിച്ചുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ തന്നെ ഇത് നല്ല ഭംഗിയായിട്ട് വന്നോളും. അപ്പോൾ അതുപോലെ നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒരേപോലെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റാണ് എപ്പിസിയ പ്ലാന്റ്. പിന്നെ ഈ ഒരു പ്ലാന്റിൽ കണ്ടുവയ്ക്കുന്നത് കേടുവരുന്നത് ഒരു ഫംഗസ് പോലെയാണ് അതിൻ്റെ തണ്ടിന്. അത് വന്നു കഴിഞ്ഞാൽ ആ പ്ലാന്റിന് മുഴുവനായിട്ട് നശിപ്പിക്കുന്ന ഒരു ഫംഗസാണ്. അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ ഇതിൻ്റെ ഇടയിലൊക്കെ പഴയ ഇലകൾ ചീഞ്ഞ് അത് നമ്മൾ കളഞ്ഞില്ലെങ്കിൽ അത് അവിടെ ഇരുന്നൊരു വെളുത്ത കളറിൽ ഫംഗസ് ആയിട്ട് വരും. അത് ആ ഒരു പ്ലാന്റിന് മൊത്തത്തിൽ ബാധിക്കും. ഇപ്പോൾ ഞാൻ ഈ ഒരു പ്ലാന്റ് ഒരുമാതിരി ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഒരു നമ്മുടെ സിറ്റ് ഔട്ട് ഗാർഡനിൽ ഇതിൻ്റെ 2 കളർ വെറൈറ്റികൾ ഇതുപോലെ മിക്സ് ചെയ്ത് നട്ടേക്കാണ് കേട്ടോ. അപ്പം നമുക്ക് 2 കളറ് ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കുള്ളൂ. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് നട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ സൈഡിൽ കാണാം കറുത്ത കളറിൽ ചെറിയ ഇലകൾ കുറേ ഞാൻ കളഞ്ഞപ്പോൾ നമുക്ക് മാക്സിമം കളയാൻ പറ്റുന്ന കളയാം കേട്ടോ. അപ്പോൾ ആ ഫംഗസ് വരാതിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ആ പോട്ടിൻ്റെ ഇടയിൽ കറക്റ്റായിട്ട് ഹോൾസൊക്കെ കറക്റ്റായിട്ട് ആ വെള്ളം ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അത് കെട്ടിക്കിടക്കാതെ താഴേക്ക് പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ കെട്ടിക്കിടന്നാലും ചെടിയിൽ ആ ഒരു തണ്ടിന് ചീച്ചിൽ വരും. അപ്പോൾ അതൊരു കാര്യം ശ്രദ്ധിക്കണം.
പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒത്തിരി പൂടുണ്ടെങ്കിൽ ഇത് കുറച്ച് വലുതായി കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുഞ്ഞി തൈകൾ ഇങ്ങനെ നീണ്ടു വരും ഹാങ് ചെയ്ത്. അപ്പോൾ അതിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. കാരണം ഒത്തിരി അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വളരാനുള്ള ഒരു സമയം, ആ വളമൊക്കെ ആ ഒരു ചെറിയ തൈകൾ വരുന്നത് വളരാനെടുക്കും. അപ്പോൾ പൂക്കളിടാൻ വൈകും, ഇടയുമില്ല, ഇങ്ങനെ ഒരു ഭംഗിയില്ലാതെ നിൽക്കും. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് എവിടെയെങ്കിലും താഴെ മാറ്റിയിട്ടാൽ മതിയാവും. അത് അവിടെ കിടന്ന് പുതിയ തൈയായിട്ട് നമുക്ക് ഇട്ടുകയും ചെയ്യും. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എപ്പിസിയ പ്ലാന്റിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ എല്ലാവർക്കും തന്നെ എപ്പിസിയ പ്ലാന്റിൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയ ചെടിയുടെ വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം.